എൻ്റെ മകൻ തെലുങ്ക് ഡയറക്ടറായിരുന്നു. അപ്പോൾ തെലുങ്ക് സിനിമയെക്കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം. എൻ്റെ മകൻ്റെ മാത്രമല്ല സൗത്ത് ഇന്ത്യൻ ഫിലിം കോർപ്പറേഷൻ ഉണ്ടായിരുന്ന തെലുങ്ക് നിർമ്മാതാക്കൾ എന്നും തെലുങ്ക് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എന്നും എനിക്ക് തെലുങ്ക് സിനിമയെക്കുറിച്ച് പറയാം. അപ്പം അതുകൊണ്ട് മലയാള സിനിമ ദുഷിച്ചുപോയി, അവിടെ സ്ത്രീപീഡനം നടക്കുകയാണ് എന്ന പ്രചരിപ്പിക്കുമ്പോൾ ഒന്ന് ആലോചിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഇനി നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാം, ഉത്തരം പറയാം. ഈ മലയാള സിനിമയിൽ പവർ ഗ്രൂപ്പ് ഉണ്ടോ? ഈ പവർ ഗ്രൂപ്പ് എന്ന പേര് ഞാൻ കേട്ടിട്ടില്ല. പക്ഷെ മലയാള സിനിമയിൽ താരാധിപത്യം ഉണ്ടായിരുന്നു, തീർച്ചയായും. ഇപ്പോൾ പ്രേംനസീർ, സത്യൻ, മധു എന്നീ 3 നായകന്മാർ സിനിമയിൽ നിറഞ്ഞു നിൽക്കപ്പെട്ടാണ് ഞാൻ വരുന്നത്. എൻ്റെ പ്രവേശനം ഞാൻ പ്രവേശിക്കുന്ന കാലത്ത് പ്രേംനസീർ, മധു, സത്യൻ, മധു ഈ 3 നായകന്മാരേ ഉള്ളൂ. അത് കഴിഞ്ഞ് രാഘവൻ, വിൻസെന്റ്, സുധീർ തുടങ്ങിയവർ പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ കയറി കഴിഞ്ഞാൽ നിർമ്മാതാവ് കഴിഞ്ഞ അവരെ വന്നത്. അപ്പൊ ഈ 3 പേരാണ്. അന്നിവിടെ കാസ്റ്റിംഗ് കൗച്ചെന്നോ പവർ ഗ്രൂപ്പൊന്നോ ആരും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. എന്ന് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, പ്രേംനസീറും സത്യനും ഒരുമിച്ച് പലയിടങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. മിക്കവാറും യാതൊരു എതിർപ്പുമില്ലായിരുന്നു. സത്യന്റെ ഭാഗം കൂടിപ്പോയിട്ട് പ്രേംനസീർ പരാതി പറയില്ല, പ്രേംനസീറിന്റെ ഭാഗം കൂടിപ്പോയിട്ട് സത്യന് പരാതി പറയില്ല. അവരൊരുമിച്ച് അഭിനയിക്കുമായിരുന്നു മിക്കവാറും പടങ്ങളിൽ. പക്ഷേ സൂപ്പർ സ്റ്റാർ, മെഗാസ്റ്റാർ എന്ന വിളിയൊന്നും അതുണ്ടായിരുന്നില്ല. സൂപ്പർ സ്റ്റാർ പ്രേംനസീർ, മെഗാസ്റ്റാർ സത്യൻ അങ്ങനെയൊന്നും ഉണ്ടാകുമായിരുന്നു. ഈ പേര്, ഈ വിളികൾ വന്നത് മമ്മൂട്ടി, മോഹൻലാൽ വന്നതിന് ശേഷമാണ്. എന്താണ് മലയാള സിനിമയിൽ ഉണ്ടായ വ്യത്യാസം ചോദിച്ചാൽ, ഞാനിപ്പോൾ കാസ്റ്റിംഗ് കൗച്ചിൽ എനിക്ക് അറിയില്ല, എനിക്കറിയാത്തായിരിക്കും. ഞാൻ എന്റെ ഷൂട്ടിംഗ് സ്ഥലം ഒരു ദേവാലയം പോലെ സൂക്ഷിച്ചാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് അർത്ഥം എനിക്ക് മനസ്സിലാവില്ല എന്താ കാസ്റ്റിംഗ് കൗച്ചൽ. അങ്ങനെ അത്ര അച്ചടക്കം പാലിച്ചതുകൊണ്ട് എന്റെ പടത്തിൽ അഭിനയിക്കാത്തവരുണ്ട്. അത്ര അച്ചടക്കം അവർ ഇഷ്ടപ്പെടുന്നില്ല. ആ അച്ചടക്കം ഞാൻ നിർണയിക്കുന്ന അച്ചടക്കത്തിൽ ഒതുങ്ങി നിൽക്കാൻ സാധ്യമല്ലാത്തതുകൊണ്ട് കാശി തരാത്തവരുണ്ട്. ഈ പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നില്ല, പവർ ഗ്രൂപ്പ് എന്ന് പേര് എനിക്കറിയില്ല. പക്ഷേ 90-കൾക്ക് മുമ്പുള്ള മലയാള സിനിമ അല്ല 90-ക്ക് ശേഷം വന്ന മലയാള സിനിമ. ഈ പുരുഷ മേധാവിത്വം വന്നത് 90-ക്ക് ശേഷമാണ്. താരാധിപത്യം വന്നത് 90-ക്ക് ശേഷമാണ്. ഇപ്പോ മധു മധുചേട്ടൻ വിളിക്കുന്ന മധു എന്നാണ് എടുക്കുക. അദ്ദേഹത്തിന്റെ പേരിൽ ഫാൻസ് അസോസിയേഷൻ രൂപീകരിക്കണമെന്ന് പറഞ്ഞിട്ട് അനവധി ആളുകൾ വന്നു. ഒന്നും വേണ്ട, ഒരു അസോസിയേഷൻ വേണ്ട, എനിക്ക് ഫാൻസ് ഉണ്ട്, അവർ മതി, എനിക്ക് അസോസിയേഷൻ വേണ്ടത്. അദ്ദേഹം സമ്മതിച്ചിട്ടില്ല. ഒരു കാരണവശാലും എന്റെ പേരിൽ അസോസിയേഷൻ രൂപീകരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാണ് മതി. അദ്ദേഹം ഒരിക്കലും ഫാൻസ് അസോസിയേഷൻ അതൊരു അപകടമായി മാറുമെന്ന് അറിയാൻ പറ്റും. 90-കൾക്ക് മുമ്പ് എന്താ നടന്നതെന്ന് ചോദിച്ചാൽ, സംവിധായകൻ, നിർമ്മാതാവ് ചേർന്ന് അവരുടെ പടത്തിൽ ആര് നായകനാകണമെന്ന് തീരുമാനിച്ചിരുന്നു. 90 വരെ എന്റെ പടത്തിൽ ആര് നായകനാണ് ഞാനതിന് കഴിക്കുന്നത്. ഞാനാണ് നിർമ്മാതാവ്, സംവിധായകൻ. ഇപ്പൊ നിങ്ങളൊക്കെ എന്നെ പാട്ടെടുത്തുകാർ ഞാൻ 26 പടം നിർമ്മിച്ചാണ്, നിർമ്മാതാവാണ്. മലയാളത്തിലെ ഏറ്റവും കൂടുതൽ പടം നിർമ്മിച്ച 10 പേര് ഒരാളാണ് ഞാൻ. 27 പടങ്ങളാണ് നിർമ്മിച്ചത്. 42 ഡോക്യുമെന്ററികൾ നിർമ്മിച്ചു. അപ്പൊ ഞാനിപ്പോ സംസാരിക്കുന്ന നിർമ്മാതാവ്, സംവിധായകൻ നിലയിലാണ്. അപ്പോൾ നസീർ സാറിനെ നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ അദ്ദേഹം ഒരു ആവശ്യം പറയാറുണ്ട്. അപ്പൊ എന്റെ കാലത്ത്, ഞാൻ പ്രവേശിക്കുന്ന കാലത്ത്, ഞാൻ നിർമ്മാതാവാകുന്ന കാലത്ത്
ഞങ്ങൾ നിർമ്മാതാക്കളും സംവിധായകരുമാണ് ഞങ്ങളുടെ സിനിമയിൽ ആര് അഭിനയിക്കണം തീരുമാനിച്ചത്. കഥ എന്താണെന്ന് തീരുമാനിച്ചത് ഞങ്ങളാണ്. പക്ഷേ 90 ശേഷം മമ്മൂട്ടിയും മോഹൻലാലും ഒരു ചെറിയ കാലഘട്ടത്തിൽ സുരേഷ് ഗോപിയും സൂപ്പർ താരം മെഗാതാരം എന്നൊക്കെ സ്വയം പേരുകൾ സ്വീകരിച്ച് നിന്ന കാലത്ത് കഥ മാറി. എങ്ങനെയെന്ന് പറഞ്ഞാൽ ഞങ്ങളെ സംവിധാനം ചെയ്യേണ്ട ആരായിരിക്കണം എന്ന് അവർ തീരുമാനിച്ചു. ഞങ്ങളുടെ നടികടന്മാരെ തെരഞ്ഞെടുത്തു. ഇവർ താരങ്ങളായപ്പോൾ അവരെ ആര് സംവിധാനിക്കുന്നത് അവർ തീരുമാനിച്ചു. അപ്പോഴാണ് താരമേധാവിത്വം വന്നത്. അതിനെ വേണമെങ്കിൽ പവർ ഗ്രൂപ്പ് എന്ന് വിളിക്കാം. കാരണം മോഹൻലാലിന് ഇഷ്ടപ്പെടുന്ന കഥ എഴുത്തുകാരൻ, മോഹൻലാൽ പറയുന്ന പോലെ ഷോട്ട് എടുക്കുന്ന സംവിധായകൻ, പിന്നെ സംവിധായകൻ എന്നെപ്പോലൊരു സംവിധായകൻ വന്നാൽ ബഹുമാനിക്കണം. കാരണം എന്റെ പ്രായത്തെ ബഹുമാനിക്കണം, എന്റെ പാരമ്പര്യത്തെ ബഹുമാനിക്കണം. പക്ഷെ അവർ സംവിധാനം സൃഷ്ടിക്കാൻ തുടങ്ങി. രണ്ട് കഥ ഒരു എഴുത്താൻ പോയി പറഞ്ഞ ഒരു കാര്യമാണ്, നിനക്ക് ഈ കഥ നമുക്ക് ജോഷി കൊടുക്കാം, ഈ കഥ നമുക്ക് വേറൊരു ഡയറക്ടർ അയച്ചു കൊടുക്കാം എന്ന് ഈ വഴിക്ക് നടനായി കഥ കേൾക്കുന്ന നടനാണ്. ഇന്നിപ്പോ നമുക്ക് സിനിമ ഇന്നത്തെ കാര്യമാണ്. ഇന്നിപ്പോ ഈ പവർ ഗ്രൂപ്പ് തകർന്നിരിക്കുന്ന സമയമാണ്. കാരണം ബുദ്ധിമാനായ മമ്മൂട്ടി, ബുദ്ധിമാനും അഭിഭാഷകനുമായ മമ്മൂട്ടി, ക്രിമിനൽ നിയമങ്ങൾ അറിയാവുന്ന മമ്മൂട്ടി അപ്പൊ സ്വന്തമായി പണം പിടിക്കാൻ തുടങ്ങി. കാരണം അദ്ദേഹത്തിന് അറിയാം, അദ്ദേഹം സ്വന്തമായി പ്രൊഡക്ഷൻ തുടങ്ങി. കാരണം കാലം മാറിയപ്പോൾ മനസ്സിലായി പുതിയ താരങ്ങളും പുതിയ നടികന്മാർ വന്നു, അനായാസം അഭിനയിക്കുന്ന ചെറുപ്പക്കാർ വന്നു, ധാരാളം ചെറുപ്പക്കാർ. പിന്നെ നമ്മളൊരു നായക പരിവേഷത്തെ കുറിച്ചുള്ള കൺസെപ്റ്റ് മാറി. പ്രേംനസീറിനെ പോലെ സുന്ദരനായ നായകനാവണമെന്ന് ഇപ്പോഴത്തെ തലമുറ വിചാരിക്കുന്നില്ല. അപ്പോൾ നമുക്ക് ഇന്ന് കാലം മാറി. അതുകൊണ്ട് പവർ ഗ്രൂപ്പ് തകർന്നു എന്ന് പറയാം. അപ്പൊ പവർ ഗ്രൂപ്പ് തകർന്നതുകൊണ്ടാണ് മമ്മൂട്ടി സ്വന്തമായി പ്രൊഡക്ഷൻ തുടങ്ങിയത്. മോഹൻലാലിന്റെ ഏറെക്കുറെ അറിയാമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഈ പവർ ഗ്രൂപ്പ് തുടങ്ങുന്നതെന്ന് ഇവർ സിനിമ നിർമ്മിക്കാനും അവർ പഴയ നിർമ്മാതാക്കളെ മുഴുവനും പുറത്താക്കും. ഉദാഹരണമായി ജയമാരുതി പ്രൊഡക്ഷൻസ്, പി ഭാസ്കരൻ ഒന്നാമതര സിനിമകൾ നിർമ്മിച്ച യക്ഷി, അരനാഴികേരം, അനുഭവങ്ങൾ പാലിച്ചത് തുടങ്ങിയ അത്യുജ്വല സിനിമകൾ നിർമ്മിച്ച മഞ്ജുരാജ് ജോസഫിനെ പുറത്താക്കി എന്ന് പറഞ്ഞാൽ അവർക്ക് കാശി കൊടുത്തത്. അതാണ് KP കൊട്ടാരക ഗണേഷ് പ്രൊഡക്ഷൻസ് എല്ലാ വർഷവും 2 പടം എടുക്കുന്ന KP കൊട്ടാരക എഴുത്തുകാരൻ കൂടിയാണ്. അദ്ദേഹത്തിന് കാശി കൊടുത്തില്ല. ശരിക്കും പറഞ്ഞാൽ ഈ മോഹൻലാലും മമ്മൂട്ടി ചേർന്ന് സൃഷ്ടിച്ച ഗ്രൂപ്പിൽ പോലെ ഏറ്റവും ആദ്യ വ്യക്തി ഞാനാണ്. എനിക്ക് കാശി കിട്ടുന്നില്ല. കാരണം സംവിധാനമാണ് സംവിധാനം കഴിഞ്ഞവർ നടന്ന് ഞാൻ പ്രഖ്യാപിക്കുന്ന ആളാണ്. സംവിധാനം കഴിഞ്ഞിട്ടേ ആളുള്ളൂ. കാരണം സംവിധാനം ക്രിയേറ്ററാണ്. ഇവർ ക്രിയേറ്റേഴ്സ് അല്ല, ഇവർ പെർഫോമൻസ് ആണ്. ക്രിയേറ്ററുടെ പ്രാധാന്യം ഒരിക്കലും പെർഫോമർക്കില്ല. അവരുടെ കൂടെ ആൾ കൂടുമായിരിക്കും, പിന്നാലെ ആൾ കൂടുമായിരിക്കും. പക്ഷെ ക്രിയേറ്ററെ ആണ് പ്രധാനം, പെർഫോമർക്ക് 2ാം സ്ഥാനമുള്ളൂ. അപ്പൊ നമ്മൾ ഷേക്സ്പിയറിന്റെ ഒഥല്ലോ, വില്യം ഷേക്സ്പിയറിന്റെ ഒഥല്ലോ നാടകം നമ്മൾ വായിക്കുന്നു, പഠിക്കുന്നു. ഒഥല്ലോ എഴുതിയ ഷേക്സ്പിയറിനെ നമ്മൾ ഇന്ന് ഓർമ്മിക്കുന്നു. പക്ഷെ ഒഥല്ലോ ആയി അഭിനയിച്ച ലാറൻസ് ഒലിവർ എത്ര പേര് ഓർമ്മിക്കുന്നു? ലാറൻസ് ഒലിവറുടെ മുഖം മാഞ്ഞു പോകും, ഷേക്സ്പിയർ നിൽക്കുള്ളൂ. ഇപ്പൊ കാളിദാസന്റെ അഭിജ്ഞാന സാഗതവും മാളഭാഗം പോലെയുള്ള നാടകങ്ങൾ നമ്മൾ വായിക്കുന്നു. നമ്മൾ കാളിദാസനെ കുറിച്ച് വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പുതിയ തലമുറ പോലും കാളിദാസന്റെ വരികൾ കോട്ട് ചെയ്യുന്നു. പക്ഷെ കാളിദാസന്റെ സാഗതത്തിൽ അഭിനയിച്ച ദുഷ്യന്തൻ എന്നാരെങ്കിലും ഓർക്കുന്നുണ്ടോ? ആ ദുഷ്യന്തൻ എവിടെ പോയി? എത്രയോ ദുഷ്യന്തം അഭിനയിച്ചിരിക്കുന്നു. അപ്പോൾ ക്രിയേറ്റർ തന്നെയാണ് വരുന്നത്. അത് അല്ലെന്ന് പെർഫോമർ പറഞ്ഞാൽ സമ്മതിച്ചു കൊടുക്കാൻ സാധ്യമല്ല.
ഇതാദ്യം മുതലേ പറയുന്ന ആളാണ് ഞാൻ എന്നതുകൊണ്ട് ആദ്യമായിട്ട് അവർ ഒതുക്കിയത് തന്നെയാണ്. അതായത് ഈ പവർ ഗ്രൂപ്പിന്റെ തുടക്കം മമ്മൂട്ടി മോഹൻലാൽ നായകന്മാരായി വന്നപ്പോൾ അവരാദ്യം ഒതുക്കിയ എന്നെയാണ്. എന്തുകൊണ്ട് തന്നെ കപിൽ സാർ ആളാകും, കപിൽ സാർ ഡയറക്ടർ വലുതെന്ന് പറയും. നമ്മളെ വലുതെന്ന് അങ്ങനെ സമ്മതിക്കില്ല. അങ്ങനെ എനിക്കവർ കാഴ്ച തരാതായി. അതുവരെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, മുന്നേറ്റം എന്ന സിനിമയാണ് മമ്മൂട്ടി നായകനായി ഒരു ആദ്യം മുന്നേറ്റം. അന്ന് നായകനായിരുന്ന രതീഷിനെ ഞാൻ വില്ലനായി. എന്നിട്ട് അത്ര ഒന്നും അറിയപ്പെടാത്ത മമ്മൂട്ടിയെ ഞാൻ നായകനായി മുന്നേറ്റത്തിൽ. സുബ്രഹ്മണ്യ കുമാറായിരുന്നു അതിന്റെ നിർമ്മാതാവ്. അന്നത്തെ മമ്മൂട്ടിയെ പിന്നെ എനിക്ക് ഒരിക്കലും കാണാൻ സാധിച്ചിട്ടില്ല. അത്രയും വിനീതനായ മമ്മൂട്ടിയെ പിന്നെ ജീവിതത്തിൽ ഒരിക്കലും എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല. മുന്നേറ്റത്തോടുകൂടി ആ മമ്മൂട്ടി പോയി. 4 വർഷങ്ങൾക്ക് ശേഷം ഞാൻ വിളിച്ചു വിളികെട്ടു എന്ന സിനിമ മമ്മൂട്ടി നായകനാക്കി നിർമ്മിച്ചു. അപ്പോൾ മമ്മൂട്ടി നായകനായി അഭിനയിച്ച ആദ്യ ചിത്രമായ മുന്നേറ്റത്തിന്റെ ക്യാമറമായ ധനഞ്ജയനെ തന്നെ ഞാൻ ക്യാമറമാനായിട്ട് വെച്ചു. കാരണം ധനഞ്ജയൻ ശരിക്കും ഒരു ചെറിയ തുടക്കമാണ്. കാര്യം ഞാനിപ്പോഴും അങ്ങനെയാണ്. ഞാൻ മറ്റുള്ള പ്രോത്സാഹിപ്പിക്കാനുള്ളത്. ഇപ്പൊ ജഗദീഷ് കുമാറിനെ കൊണ്ടുവന്നതിനാണ് സിനിമയിൽ അവതരിപ്പിച്ചത്. ഇപ്പൊ മണിയപ്പെട്ട് ഇപ്പൊ തന്നെ ആരോടും ശരിക്കും മണിയപ്പെട്ട് രാജുവിനെ കൊണ്ടുവന്നതിനാണ് സിനിമയിൽ. ഞാൻ പെണ്ണുങ്ങളെ അധികം കൊണ്ടുവന്നിട്ടില്ല, പുരുഷന്മാരെ കൊണ്ടുവന്നത് കൂടുതൽ. ഞാൻ മലയാള സിനിമയിൽ കൊണ്ടുവരുന്ന സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ഉർവശി. അപ്പോൾ അവർക്ക് 10 വയസ്സുണ്ടാവും. ഉർവശിക്ക് 10 അവൾ വീട്ടിൽ പുഴുപടന്നാണ് വിളിക്കുന്നത്. കതിർമണ്ഡപം എന്ന സിനിമയ്ക്ക് കഥയും തിരക്കഥയും സംഭാഷണവും ഗാനങ്ങളും എഴുതിയപ്പോൾ അത് പ്രൊഡ്യൂസർ മധുവും നായകന്മാരാണ്. എഴുതിയപ്പോൾ അതൊരു നായിക ജയഭാരതിയാണ്. ജയഭാരതി ബാല്യം ഒരിക്കാൻ ഒരു കുട്ടി വേണം. അപ്പോൾ ചവറ വി.പി. നായരും ഭാര്യ വിജയലക്ഷ്മിയും 3 പെൺകുട്ടികളുമായി മദ്രാസിൽ വന്നിട്ടുണ്ടെന്നും അവർ അഭിനയിക്കാൻ ചാൻസ് നേടുന്നു അറിഞ്ഞപ്പോൾ ഞാൻ അവരെ കണ്ടതൊന്നുമില്ല. പക്ഷെ ഈ കതിർമണ്ഡപം ഡയറക്ടർ കെ പി പിള്ള പറയുന്നത് അദ്ദേഹം സംസാരിച്ച അത്ര വലിയ പക്വതയുള്ള ആളൊന്നുമില്ല. അദ്ദേഹം എന്നെ ഒരു തിരക്കഥ എഴുതിക്കുന്നത് ഞാൻ ഷൂട്ടിംഗ് സ്ക്രിപ്റ്റ് എഴുതി കൊടുക്കും. അതുകൊണ്ടാണ് ഷോർട്ട് അങ്ങനെ ഡിവൈഡ് ചെയ്യുന്ന പറഞ്ഞാൽ ഞാൻ എന്റെ സ്ക്രിപ്റ്റിൽ ഡിവൈഡ് ചെയ്ത് കൊടുക്കും. അതുകൊണ്ട് അദ്ദേഹം എന്നെ കൊണ്ട് എഴുതി. അപ്പൊ കതിർമണ്ഡപം വളരെ നല്ല പാട്ടുകളുള്ള ഒരു സിനിമയാണ്. ആ കതിർമണ്ഡപത്തിൽ ജയഭാരതിയുടെ ബാല്യം അഭിനയിക്കാൻ കുട്ടി പറഞ്ഞു പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ചവറ വി.പി. നായരുടെ 3 പെൺകുട്ടികളുണ്ട്, നിങ്ങൾ പോയി കാണും. 10 വയസ്സുള്ള നമ്മുടെ ഈ കഥാപാത്രത്തിന്റെ പ്രായത്തിൽ മറ്റൊരു കുട്ടിയാണ്. അവർ രണ്ടിനും അഭിനയിക്കുന്നവരാണ്. ചവറ വി.പി. നായരും നടനാണ്, വിജയലക്ഷ്മി നടിയാണ്, നർത്തകിയാണ്. അപ്പൊ ആ കുട്ടികൾക്ക് അഭിനയവാസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങനെയാണ് 10 വയസ്സുള്ള വീട്ടിൽ പൊടിപോണെന്ന് വിളിക്കുന്ന കവിത എന്ന പേരുള്ള കുട്ടി അഭിനയിക്കാൻ വരുന്നു. ആ കവിതയാണ് ഉദ്ദേശിച്ചായിട്ട് പറയുന്നത്. പിന്നീട് ഈ കവിതയുടെ ചേച്ചിയായ കയാരഞ്ജലിയാണ് ഞാൻ സ്വന്തം തലത്തിൽ അവതരിപ്പിച്ചത്. അംബികയുടെ അനിയത്തിയായിട്ട് അതും ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ. ഇവരെ മാത്രമല്ല ഞാൻ സിനിമയിൽ അവതരിപ്പിച്ച സ്ത്രീകൾ ഇവർ മാത്രമാണ്. വേറൊരു നായികാന്റെ ഞാൻ സിനിമയിൽ അവതരിപ്പിച്ചത് എൽ ഭൂമിനാഥൻ, സ്വതന്ത്ര എഡിറ്റർ, അസിസ്റ്റന്റ് എഡിറ്റർ, ഏറ്റവും വലിയ പടങ്ങളുടെ എഡിറ്ററാണ് എൽ ഭൂമിനാഥൻ. അദ്ദേഹം സ്വതന്ത്ര എഡിറ്ററാക്കി ഞാനാണ്. ജി മുരളി, അദ്ദേഹത്തെ സ്വതന്ത്ര എഡിറ്ററാക്കി ഞാനാണ്. പുരുഷന്മാര് കൊമേഡിയനായിട്ട് ജഗതിയെ അവതരിപ്പിച്ച ഞാനാണ്. മണിയപ്പള്ളി രാജുവിനെ ആദ്യമായിട്ട് സിനിമ അവതരിപ്പിച്ച ഞാനാണ്. സുരേഷ് എന്ന തെലുങ്കിൽ പ്രശസ്തനായ സുരേഷ് എന്ന ക്യാമറമാനെ മാളികമണി എന്ന് പറഞ്ഞ സിനിമയുടെ ഇൻട്രൊഡ്യൂസ് ഞാനാണ്. അപ്പൊ ഞാനതിനെ ടെക്നീഷ്യൻസിനാണ് കൂടുതൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. കാരണം എനിക്ക് കാസ്റ്റിംഗ് വെച്ചിട്ട് താല്പര്യമില്ല, വലിയ താല്പര്യമില്ല. സാർ, ഇപ്പം ഈ ട്രേഡ് യൂണിയൻ സംസ്കാരം സിനിമയ്ക്കകത്ത് വന്നല്ലോ, അത് നല്ലതാണ്. ട്രേഡ് യൂണിയൻ സംസ്കാരം സിനിമയ്ക്കകത്ത് വന്നല്ലോ, കലാകാരന് ട്രേഡ് യൂണിയൻ വേണം. എങ്ങനെ മനസ്സിലായില്ല? ട്രേഡ് യൂണിയനുകളാണല്ലോ ഇപ്പം സിനിമ ഭരിക്കുന്നത്. അല്ല, ട്രേഡ് യൂണിയൻ പിന്നെ അല്ലല്ലോ. പിന്നെ അതൊക്കെ തീർച്ചയായും ട്രേഡ് ബോഡിയാണ്. പക്ഷെ അത് ഞാൻ പറഞ്ഞു വരികയാണ്, ഈ താരമേധാവിത്വം വളരെ ശക്തമായപ്പോൾ മാറ്റാനൊരു സംഘടന ഉണ്ടായിരുന്നു. ഞാനും അതിൽ വളരെ സജീവ അംഗമായിരുന്നു, എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറായിരുന്നു. മാറ്റാനുള്ളത് നമ്മൾ അമ്മ എന്ന സംഘടന ഉള്ളതുപോലെ തന്നെ ടെക്നീഷ്യൻസിന് വേണ്ടിയുള്ള മലയാള സിനിമ എഴുത്തുകാർ, മ്യൂസിക് മ്യൂസിക് ഡയറക്ടേഴ്സ്, ക്യാമറാമാൻ, എഡിറ്റേഴ്സ്, അങ്ങനെയുള്ള എല്ലാവരും, പ്രൊഡക്ഷൻ മാനേജേഴ്സ് എല്ലാവരും ചെയ്യുന്ന സംഘടന മാറ്റാൻ.
നിങ്ങൾക്കറിയാം, അന്ന് ഒരു പ്രത്യേക സംവിധായകൻ അതിന്റെ പ്രസിഡന്റായിരിക്കുമ്പോൾ ആ സംവിധായകന്റെ, അതായത് സംവിധായകന്റെ പടത്തിൽ അഭിനയിച്ച പൃഥ്വിരാജിനെ അമ്മ വിലക്കി ഒരു വർഷം. അപ്പൊ അമ്മ തുടക്കത്തിൽ ചില അനീതികൾ ചെയ്തിട്ടുണ്ട് എന്ന് സമ്മതിക്കണം. എന്ന് മാത്രമല്ല, അമ്മയിലെ ശക്തരായ നടികൾ മറ്റു കാര്യമില്ല, നടന്മാർ മാറ്റയെ തളർത്താൻ തീരുമാനിക്കുകയും അങ്ങനെ മാറ്റ പിളർന്ന് കക്ക ഉണ്ടാവുകയും ചെയ്തു. കക്ക ശരിക്കും പറഞ്ഞാൽ അമ്മയിലെ നേതാക്കളെ സൃഷ്ടിച്ചാണ്. ഞങ്ങൾ നേരത്തെ മാറ്റം സൃഷ്ടിച്ചാണ്. ടെക്നീഷ്യൻസ് അപ്പോഴേ ഉണ്ടായിരുന്നു. അതായത് ശ്രീകുമാരൻ തമ്പി പോലുള്ള സംവിധായകരെ മാറ്റിയിട്ട് ഞങ്ങൾ പറയുന്ന സംവിധായകർക്ക് വലിയൊരു ടെക്നിക്കൽ സംഘടന. അങ്ങനെ സത്യയും അവർ കൈപ്പിടി നോക്കിയെന്നുള്ള സത്യമാണ്, പരമമായ സത്യമാണ്. ഉണ്ണികൃഷ്ണനെതിരെ ആരോപണം അല്ലെങ്കിൽ അതിന്റെ കാരണം ഉണ്ണികൃഷ്ണൻ അമ്മയുടെ നേതാക്കളെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. അതുകൊണ്ടാണ് അമ്മ ആവശ്യമാണ്, അമ്മയുടെ സംഘടന ആവശ്യമാണ്, അല്ലെന്ന് ഞാൻ പറയുന്നില്ല. പിന്നെ നമ്മൾ ഈ പീഡന കാര്യം, എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം, ആരോപണം ഉന്നയിച്ചവരെല്ലാം ജൂനിയർ ആർട്ടിസ്റ്റാണ്. ഇതിന് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ പ്രധാന നമ്മുടെ നടന്മാരെ കുറിച്ച് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് മുഴുവനും ജൂനിയർ ആർട്ടിസ്റ്റാണ്. എന്തുകൊണ്ട് ഒരു പ്രധാന നടി ആരോപണം ഉന്നയിച്ചില്ല? ഞാനൊക്കെ സിനിമ വരുന്ന കാലത്ത് ഒരു ജൂനിയർ ആർട്ടിസ്റ്റിന് സംവിധാനത്തിന് മുമ്പിൽ പോകാൻ പറ്റില്ല, അവരറിയില്ല. കാരണം ജൂനിയർ ആർട്ടിസ്റ്റ് സപ്ലയർ എന്ന ഒരു തസ്തികയുണ്ട്. ജൂനിയർ ആർട്ടിസ്റ്റ് സപ്ലയർ പ്രധാന നടികന്മാരെ സംവിധാനം തീരുമാനിക്കും. ചെറിയ വേഷം കിട്ടുന്നവരെ ജൂനിയർ ആർട്ടിസ്റ്റ് സപ്ലയർ കൊണ്ടുവരും. അത് ആ ജൂനിയർ ആർട്ടിസ്റ്റിന് സംവിധാനം കാണുന്നത് സെറ്റിലാണ്, അതിനിപ്പോൾ അവർ കാണുകയില്ല. കാസ്റ്റിംഗ് കൗച്ച് എന്ന് പറഞ്ഞൊരു നായിക നടിയെ കുറിച്ച് പറഞ്ഞ ഉപനായിക നടിയാണെങ്കിൽ മനസ്സിലാക്കാം. ഈ ജൂനിയർ ആർട്ടിസ്റ്റും കാസ്റ്റിംഗ് കൗച്ചിയുടെ എന്താ ബന്ധം? ഒരു ബന്ധവുമില്ല. അതിപ്പോ പിന്നെ ഒരാൾക്കെതിരെ ആരും ഉന്നയിച്ചു മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് കണ്ടുപിടിച്ചു. ഈ കുട്ടി ഈ സ്ത്രീ എന്തിന് മസ്കറ്റ് ഹോട്ടലിൽ പോയി? അത് പഴയ പ്ലേസ് അല്ലേ? ഒരാൾ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഹോട്ടൽ മുറിയിൽ ഒരു പെണ്ണ് പോകാൻ ധൈര്യപ്പെട്ടു പറഞ്ഞാൽ ഒരിക്കലും ഞാൻ സപ്പോർട്ട് ചെയ്യില്ല. ആ ഹോട്ടൽ അയാൾ താമസിച്ച് ഓടിച്ച് പീഡിപ്പിച്ചുകൊണ്ട് എന്താ കുറ്റം? പീഡിപ്പിക്കാൻ സാധ്യതയുള്ള ആൾക്കല്ലേ പോയത്? കേൾക്കാൻ പറ്റില്ല. അവസരം കിട്ടാൻ വേണ്ടി. അപ്പൊ ദാറ്റ് മീൻസ് അവര് അന്വേഷിച്ച് പോയതാണ്. സ്വാഭാവികമായിട്ട് അങ്ങനെ വെറുതെ കേൾക്കണം. അതൊരു വലിയ പ്രശ്നമാണ്. അത് ഇതിനോട് കാലം ഇപ്പൊ ഇത് പറഞ്ഞത് ഈ പ്ലാസ്റ്റിക് കൗച്ച് പറയുന്നത് ഭാവന ഒരു എന്ന നടിയെ പിന്നെ നമ്മളിപ്പോ ആരോഗ്യ വിധേയനായിരിക്കുന്ന ഒരു വലിയ നടനാണ് മനസ്സിലാക്കണം. അതിന് ഇതും കൂടെ നിങ്ങൾ താരതമ്യം ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ എന്റെ ഒരു ചോദ്യം ഇതാണ്, കാസ്റ്റിംഗ് കൗച്ച് എന്ന് പറഞ്ഞ്, കാരണം എന്നെ സംബന്ധിച്ചോളം ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ഒരിക്കലും ഡയറക്ടർ എടുത്ത് വരാറില്ല. ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റ് കണ്ടിപ്പോ നമുക്ക് ഒരു ഹോസ്പിറ്റൽ ഷൂട്ട് ചെയ്യുന്നു, 4 നഴ്സസ് വേണം. അപ്പൊ നമ്മൾ അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു നഴ്സ് ബാക്കിൽ കൂടെ നടന്നു പോകണം. അങ്ങനെയൊക്കെയുള്ള അവരാണ് ജൂനിയർ ആർട്ടിസ്റ്റ് പറയുന്നത്. ചെറിയ വേഷം ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ 4 നഴ്സ് വേഷം അഭിനയിക്കാൻ 4 സ്ത്രീകൾ വേണമെന്ന് പറഞ്ഞാൽ ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റോടെ പറയുന്നത്, ജൂനിയർ ആർട്ടിസ്റ്റ് ഒരു 10 സ്ത്രീകളെ കൊണ്ട് നിർത്തും ഷൂട്ടിംഗ് സമയത്ത്. സ്റ്റുഡിയോയിലാണ് അവർ സെറ്റിലാണ് അവർ വരിക. അപ്പൊ ഞാൻ അവരെ നോക്കിയിട്ട് മിക്കവാറും ഞാനായിരിക്കും എന്റെ അസോസിയേറ്റ് ആയിരിക്കും അവർ തീരുമാനിക്കുന്നത്. എന്റെ അസോസിയേറ്റ് പറയാം, അവരെ ആ കുട്ടികളെ നോക്കി പറ്റിയ 4 പേരെ എടുക്കാൻ പറഞ്ഞ്
അസോസിയേറ്റ് ഡയറക്ടറാണ് പോയി ഇവരിൽ നിന്ന് 4 പേര് തിരഞ്ഞെടുക്കുന്നത്. ഡയറക്ടർക്ക് ജൂനിയർ ആർട്ടിസ്റ്റുമായി ഡയറക്ട് ഒരു സ്ട്രെയിറ്റ് റിലേഷൻഷിപ്പ് ആവശ്യമില്ല. പക്ഷെ ഇവിടെ ആരോട് ചോദിച്ചാൽ മുഴുവൻ ജൂനിയർ ആർട്ടിസ്റ്റാണ്. ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് നേരെ ഒരു പീഡനശ്രമം ഉണ്ടായാൽ അത് സ്ത്രീ എന്ന പരിഗണന വരില്ല. അവർ സ്ത്രീകളല്ലേ? ഈ ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് നേരെ ഒരു അതിക്രമം ഉണ്ടായാൽ അത് സ്ത്രീ എന്ന പരിഗണനയിൽ സ്ത്രീകളുടെ അതിക്രമം ആവില്ലേ? അവർ സ്ത്രീകളാവില്ലേ? നടിമാർ മാത്രമേ സ്ത്രീകളാവുള്ളൂ. ഞാൻ ഒരിക്കലും എതിർക്കുന്നില്ല. ഇവര് ചെയ്തു ശരിയാണെന്ന് ന്യായീകരിക്കുക തെറ്റ് തന്നെയാണ്. അല്ല, മാഷ ആദ്യം പറഞ്ഞത് ഹോട്ടലിൽ പോയത് ശരിയല്ല. ഒരു മൈക്ക് കൊടുക്കാൻ പറ്റുമോ? ശരിയാണോ? ഇത് കേൾക്കാൻ പറ്റുമോ? സിദ്ദിഖ് വിളിച്ചു വരുത്തിയത് ഒരു ഹാൻഡ് മൈക്ക് കിട്ടോ? ഇല്ല സാർ, ഇതിനകത്ത് മൈക്കില്ല. സിദ്ദിഖ് വിളിച്ചു വരുത്തിയ രീതി ശരിയാണോ? സിദ്ദിഖ് വിളിച്ചു വരുത്തിയ രീതി ശരിയാണോ? സിദ്ദിഖ് വിളിച്ചു വരുത്തിയ രീതി ശരിയാണോ? അവസരത്തിന് വേണ്ടി ഒരിക്കലല്ല. ഒരിക്കലും ഞാൻ അതിനൊന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല. തെറ്റ് ചെയ്യണ്ട. അല്ല, മാഷ ആദ്യം പറഞ്ഞത് ആരെയും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞ ഒറ്റ വാക്ക്, എന്തുകൊണ്ട് ഈ സ്ത്രീകൾ നമ്മുടെ ശ്രീരേഖ എന്ന് പറഞ്ഞ ആ ബംഗാളികളെ ഒഴിച്ച് ബാക്കി എല്ലാ ജൂനിയർ ആർട്ടിസ്റ്റാണ്. അവരൊരു വലിയ നടിയാണ്, എനിക്കറിയാമത്. അവരൊരു വലിയ നടിയാണ്. ആ ബംഗാളി നടി മാത്രമാണ് ഒരു നടി, നമ്മൾ അറിയപ്പെടുന്ന ഒരു നടി എന്ന് പറയുന്നത്. മറ്റേ ആരോപണം ഉന്നയിച്ചിരിക്കുന്ന ഒരു ജൂനിയർ ആർട്ടിസ്റ്റുകളാണ്. സാറേ, അറിയപ്പെടുന്ന നടി മാത്രമേ ഉള്ളൂ. സാധാരണ സ്ത്രീകൾക്കെതിരെയുള്ള പീഡനം ഉണ്ടായാലും പീഡനമല്ലേ? പീഡനമാണ് പറയുന്നു. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ഇവരെന്തിനാ ഈ ഒരു നടനെ അന്വേഷിച്ചു? അവർ സംവിധാനം എടുക്കാൻ പോകേണ്ടത്. അവരെന്തിനു ചാൻസ് നടന്നെടുത്ത് പോയി ഞാൻ ചോദിക്കുന്നത്. സിദ്ദിഖ് വളരെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ? ഇല്ലല്ലോ. ഉണ്ടോ? സംവിധായകർക്കെതിരെ ആരോപണം ഉയർന്നിട്ടുണ്ടല്ലോ. ചാർമിള പറഞ്ഞ ആരോപണം കേട്ടോ സാർ? നടി ചാർമിള പറഞ്ഞ ആരോപണം കേട്ടായിരുന്നു സാർ? ഹരിഹരൻ അല്ല, ഹരിഹരൻ എന്റെ അടുത്ത സുഹൃത്താണ്. എനിക്ക് അങ്ങനെ ഒരു അറിവ് ഹരിഹരനെ കുറിച്ചില്ല. എനിക്ക് പറയാൻ പറ്റുള്ളൂ. ചാർമിള ഒരു പ്രശസ്ത ആക്ഷൻ ഹീറോയായിട്ട് സ്നേഹത്തിലുണ്ടായിരുന്നു. അതിൽ പോയിട്ട് മാർഗം ഞാനൊക്കെ പോയത് എല്ലാവർക്കും അറിയാം. ഞാൻ പറഞ്ഞില്ലേ, ആരോപണം ഉന്നയിച്ച ഒരു സ്ത്രീകളെ ഞാൻ എതിർക്കുന്നില്ല. പക്ഷെ എനിക്ക് അറിയാൻ വയ്യാത്ത ചില കാര്യങ്ങൾ ചോദിക്കുക. കാരണം എന്റെ കാലത്ത് ഇങ്ങനെയല്ല. കാരണം അഭിനയിക്കാൻ വേണ്ടി നിർമ്മാതാവിനെ സമീപിക്കുന്നത്. എന്നിട്ട് സിദ്ദിഖിന്റെ വിചാരിച്ചിരിക്കുന്നത് സിദ്ദിഖ് പണം കിട്ടുന്നുണ്ടോ? അല്ല സാർ, സിദ്ദിഖ് പ്രൊഡ്യൂസർ ആയിരുന്നല്ലോ. അതേപോലെ ഒരു പാർട്ട്ണർഷിപ്പിൽ മറ്റേ ഒരു ഫേമസ് പ്രൊഡ്യൂസർ ഒന്നും അല്ല. ഈസ് എൻ ആക്ടർ. എങ്ങനെ സിനിമയിൽ കടന്നു കൂടണം എന്ന് വിചാരിക്കുകയും അതിനുവേണ്ടി പല വഴികൾ തേടുകയും ചെയ്യുന്നവർക്ക് ഇത്തരത്തിലെ അപകടങ്ങൾ ചാടേണ്ടി വരും. അത് സ്വാഭാവികമാണ്. അപ്പൊ അതിന് രക്ഷപ്പെടണം. അതിനെ അവർ പ്രിക്കോഷൻ എടുക്കണം. അല്ല സാർ, ഒരു നടൻ ഒരു ഓഫർ ചെയ്യാൻ നേരത്ത് സ്വാഭാവികമായിട്ട് താല്പര്യമുള്ള ഒരു ലേഡി അന്വേഷിച്ചു പോകുന്നതിന് എന്താണ് തെറ്റ്? അങ്ങനെ അന്വേഷിച്ചു പോയി കഴിഞ്ഞാൽ ആ സ്ത്രീയെ പീഡിപ്പിക്കണമെന്നുണ്ടോ? തെറ്റാണ്, സമ്മതിക്കുന്നത്. പക്ഷേ നടന്റെ അടുത്താണ് പോകേണ്ട ചാൻസ്. അതെന്റെ ചോദ്യം. സാറിന് നേരത്തെ പറഞ്ഞില്ലേ, നടന്മാരിപ്പം ഡയറക്ടർമാരെ സൃഷ്ടിച്ചു തുടങ്ങി. ഒരു നടീനെ സൃഷ്ടിക്കാനാണോ? ശ്രദ്ധിക്കാൻ അവരെത്തിയിട്ടില്ല. ഒരിക്കലില്ല. സിദ്ദിഖിന്റെ പേരിൽ വന്നോളൂ. വലിയ താരങ്ങളുണ്ടല്ലോ. ഇപ്പോ നമ്മൾ മമ്മൂട്ടി, മോഹൻലാൽ, കുറച്ചു കാലം സുരേഷ് ഗോപി, ഇപ്പൊ ഏകലവ്യൻ, കമ്മീഷൻ തുടങ്ങിയ പടങ്ങളൊക്കെ വന്ന കാലത്ത് സുരേഷ് ഗോപിക്ക് മനസ്സിലായി, ഒന്ന് തോന്നി ഞാനും ഒരു സൂപ്പറാണ്. അങ്ങനെ 3 സൂപ്പർ സ്റ്റാർസ് ഉണ്ടായിരുന്നു ഒരു കാലഘട്ടത്തിൽ. അത് കഴിഞ്ഞ് പിന്നെ സുരേഷ് ഗോപി പിൻവാങ്ങിയല്ല, പിന്തള്ളപ്പെട്ടു. അവർ 2 സൂപ്പർ സ്റ്റാർ സ്ഥാനത്ത് വരുള്ളൂ. ഞാൻ ചോദിക്കുന്നത്, ഏറ്റവും അധികം അംഗീകാരമുള്ള ഈ താരങ്ങളെ കുറിച്ച് ഏതെങ്കിലും വഴി പരാതി പറയുന്നുണ്ടോ? ഗണേഷ് കുമാർ നമുക്ക് എല്ലാവർക്കും അറിയാം. മലയാള സിനിമയിൽ അഭിനയിക്കുന്ന ഗണേഷ് കുമാർ എല്ലാവർക്കും അറിയാം. ഗണേഷ് കുമാറിനെ കുറിച്ച് വളരെയധികം ആരോപണങ്ങൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ സമയത്ത് ഏതെങ്കിലും നടി വന്നു ഗണേഷ് കുമാറിനെ കുറിച്ച് പരാതി പറയുന്നുണ്ടോ? എന്തുകൊണ്ടില്ല? ഇതെല്ലാം നിങ്ങൾ മാധ്യമപ്രവർത്തകർ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. ഞാൻ ഒരിക്കലും പീഡനത്തെ സപ്പോർട്ട് ചെയ്തിട്ടില്ല. തെറ്റാണ്. സിദ്ദിഖ് അങ്ങനെ ചെയ്തിട്ടുള്ളത് തെറ്റാണ്. മുകേഷ് ചെയ്തിട്ടുള്ളത് തെറ്റ് തന്നെയാണ്. 100% തെറ്റാണ്. അവരെ രക്ഷിക്കാമെന്നല്ല ഞാൻ വന്നിരിക്കുന്നത്. പക്ഷേ കുറെ ജൂനിയർ ആർട്ടിസ്റ്റ് പറഞ്ഞ പരാതിയുടെ പേരിൽ മലയാള സിനിമയെ ഒന്നടങ്കം നശിപ്പിക്കാൻ ശ്രമിക്കരുത്. അത് മലയാള സിനിമയല്ല.
മലയാള സിനിമയുടെ ക്രോസ് സെക്ഷൻ അല്ല. ഞാൻ പറയുമായിരുന്നു ഏതൊരു നടി ഇപ്പം തന്നെ WCC ഒരു കാര്യം മനസ്സിലാക്കാം. WCC രൂപവത്കരിച്ച അതിന്റെ നേതാക്കളെ മുഴുവൻ ഞാൻ അഭിനന്ദിക്കുന്നു. WCC ഞാൻ സപ്പോർട്ട് അന്ന് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടാണ്. WCC രൂപീകരിക്കപ്പെട്ടപ്പോൾ ഞാൻ അന്ന് പോസ്റ്റ് ഇട്ടാണ് അതിനെ അഭിനന്ദിച്ചുകൊണ്ട്. അതുപോലെ ആദ്യമായിട്ടാണ് കേരള ഗവൺമെന്റാണ്, ഈ കേരള ഗവൺമെന്റ്, അതായത് മുഖ്യമന്ത്രി പിണറായിയും കഴിഞ്ഞ പ്രാവശ്യത്തെ സാംസ്കാരിക മന്ത്രി AK ബാലനുമാണ് ഈ WCCയുടെ വാദങ്ങൾ കേൾക്കുകയും ഒരു കമ്മീഷൻ ഏർപ്പാടുകയും ചെയ്തത്. അത് മനസ്സിലാക്കുക. ഹേമ കമ്മീഷൻ നിശ്ചയിച്ചത് ആ ഗവൺമെന്റാണ്. മുഖ്യമന്ത്രി ആദരണീയ പിണറായിയും സാംസ്കാരിക മന്ത്രി AK ബാലനുമാണ്. അപ്പോ അതിന് നമ്മൾ അഭിനന്ദിക്കുകയാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഈ നടികൾക്ക് വേണ്ടി ഒരു കമ്മീഷൻ വെച്ചത് കേരള ഗവൺമെന്റാണ്. അത് നമ്മൾ അഭിനന്ദിക്കണം. മുഖ്യമന്ത്രിയെ അഭിനന്ദിക്കണം, അന്നത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയെ അഭിനന്ദിക്കണം. പിന്നെ ആ റിപ്പോർട്ട് വന്ന് 4 വർഷം എന്തുകൊണ്ട് ആ റിപ്പോർട്ട് പുറത്തെടുത്തില്ല എന്ന് ചോദിച്ചാൽ അത് അവരെ ഉത്തരം പറയേണ്ടത്. പുറത്തെടുക്കേണ്ടതായിരുന്നു, വൈകിപ്പോയി എന്നാണ് എൻ്റെ അഭിപ്രായം. 4 വർഷം അത് പുറത്തെടുക്കാതെ വെച്ചത് തെറ്റാണ്. അത് ആരെങ്കിലും രക്ഷിക്കാൻ പറ്റുകയാണെന്നുള്ള അവർക്കറിയാം, എനിക്കറിയില്ല. ഇപ്പോഴത്തെ എൻ്റെ അഭിപ്രായം അതിലെ കമ്മീഷൻ എന്ത് പറഞ്ഞത് പൂർണ്ണമായി പുറത്തു കൊണ്ടുവരണമെന്നാണ് എൻ്റെ അഭിപ്രായം. ജൂനിയർ ആർട്ടിസ്റ്റ് സീനിയർ ആർട്ടിസ്റ്റ് അങ്ങനെ പരിഗണനയുണ്ടോ? അങ്ങനെ ഇല്ല. പക്ഷെ അങ്ങനെ ഒരു സിനിമയിൽ അങ്ങനെ ഒരു തസ്തികയുണ്ട്. ജൂനിയർ ആർട്ടിസ്റ്റ് സപ്ലൈ എന്ന് പറയുന്ന ഒരു ടെക്നീഷ്യൻ ആയിരിക്കും നാട്ടിലെ അംഗമാണ്. ഈ ജൂനിയർ ആർട്ടിസ്റ്റ് പണ്ട് എക്സ്ട്രാ എന്നാ പറഞ്ഞിരുന്നത്. എക്സ്ട്രാ നടി എന്നാ പറഞ്ഞത്. എക്സ്ട്രാ കഴിയുമ്പോൾ എൻ്റെ ഒരു കവിതയുണ്ട്. ഞാൻ സിനിമ ചേരുമ്പോൾ എക്സ്ട്രാ എന്നാ പറഞ്ഞത്. എക്സ്ട്രാ വന്നിട്ടുണ്ടോ ഇരിക്കുന്നത്. പിന്നീട് അവർ പരാതി പറഞ്ഞാണ് ജൂനിയർ ആർട്ടിസ്റ്റ് മാറ്റിയത്. ജൂനിയർ ആർട്ടിസ്റ്റ് കുറച്ച് ബഹുമാനമുള്ള നാമമാണ്, അത് മനസ്സിലാക്കുക. അതിന്റെ എക്സ്ട്രാ അവർ വിളിച്ചത്. അപ്പം എൻ്റെ ചോദ്യം, എന്തുകൊണ്ട് സ്ത്രീ പീഡനത്തിൽ നമ്മൾ പറയുന്നു? അപ്പൊ ഭാവനയുടെ കഥ മാറുക, ഭാവനയുടെ സംഭവിച്ചതാണ്. കാരണം അന്ന് ലാലിന്റെ വീട്ടിൽ വന്നു, എറണാകുളത്ത് MP ആയിരുന്ന തോമസ് വന്നു. ആ സമയത്ത് പോലീസ് റിപ്പോർട്ട് ചെയ്യാൻ ഉള്ള സാഹചര്യം ഉണ്ടായതുകൊണ്ടാണ് ഭാവന പോലീസ് റിപ്പോർട്ട്. ചിലപ്പോൾ ഭാവന മിണ്ടാതെ പോയത്. ലാലിന്റെ വീട്ടിൽ വന്നപ്പോൾ MP ആണ്, എറണാകുളം MP ഉണ്ടായപ്പോൾ പോലും ഒരു നിയമപരമായ സപ്പോർട്ട് ഉണ്ടെന്ന് കണ്ടപ്പോഴാണ് ഭാവന റിപ്പോർട്ട് ചെയ്തത്. സോറി, അത് കണ്ടില്ല. ഇപ്പൊ നമ്മളിപ്പോ അതിജീവിതം ഒരു അതിജീവിത ഒരു നടി, അവരന്ന് പിന്നെ പോലീസ് പരാതി എന്തുകൊണ്ടാണ് അവര് അവമാനിക്കപ്പെട്ടതിന് ശേഷം അവർ നേരെ നടൻ ലാലിന്റെ വീട്ടിൽ വന്നു. അവിടെ MP മിസ്റ്റർ തോമസ് വന്നു. ആ തോമസിന്റെ സപ്പോർട്ടോടുകൂടിയാണ് ആ നടി പരാതി കൊടുത്തത്. പക്ഷെ എല്ലായ്പ്പോഴും എല്ലാവരും അതിന്റെ അവസരം കിട്ടണമെന്നില്ല, പരാതി പറയാൻ കഴിയില്ല. ഇനി ഒരു കാര്യം, ശാരദയുടെ അഭിപ്രായം പോലെ എല്ലാവരും കൂടെ കയറി യൂട്യൂബിൽ അവർ എഴുതുന്നുണ്ട്. യൂട്യൂബ് എന്ന് പറയുന്നത് ആർക്കും ഏത് പട്ടിക്ക് കാട്ടിക്കാൻ പറ്റിയ കക്കൂസായിട്ട് മാറിയിട്ടുണ്ട്. ആർക്കെന്തും എഴുതാം, അതാണ് യൂട്യൂബിന്റെ അവസ്ഥ. പക്ഷേ ശാരദ പറഞ്ഞ ചില സത്യങ്ങളുണ്ട്. അതായത് പണ്ടുകൊണ്ട് സ്ത്രീ പുരുഷന്മാർ ചേർന്ന് പ്രവർത്തിക്കുന്ന എല്ലായിടത്തും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. നിങ്ങൾ കൊടുത്തില്ല, മീഡിയയില്ലേ, നിഷേധിക്കാൻ പോകുന്നുണ്ട്. മീഡിയയിലില്ലേ, ചാനലുകളിൽ നടക്കുന്നില്ലേ. അപ്പൊ അതൊന്നും പുറത്തു വരില്ല. കാരണം നിങ്ങൾ പുറത്തു വരുത്തുന്നത് നിങ്ങളാണ്. അപ്പൊ നിങ്ങളിലുള്ള സംഭവം പുറത്തു വരുത്തില്ല. സ്ത്രീയും പുരുഷനും ചേർന്ന് പ്രവർത്തിക്കുന്ന ഏത് മേഖലയിലും ഇത്തരം സംഭവം നടക്കാറുണ്ട്. പക്ഷെ സിനിമ മാതൃത്വമുള്ള കൂടുതൽ ജനപിന്തുണയുള്ള കലാവേദി ആയതുകൊണ്ട് അതിന് കൂടുതൽ ശ്രദ്ധ കിട്ടുന്നു എന്നുള്ള സത്യം. അപ്പോൾ ഞാൻ പറയുന്നത്, ഞാൻ പീഡനത്തെ ന്യായീകരിക്കുന്നില്ല. പിന്നെ ഇതിനൊരു മറുഭാഗം കൂടെ നിങ്ങൾ നോക്കണം. നിങ്ങൾ വിചാരിക്കും പുരുഷ മേധാവിത്വം എന്ന് പറയുന്നത്. പുരുഷ മേധാവിത്വം ഉണ്ട്, ഞാൻ സമ്മതിച്ചിട്ടുണ്ട്. കാരണം
ഞാൻ പറഞ്ഞ 90-കൾക്ക് മുമ്പുള്ള കാലഘട്ടം, ഞാനൊക്കെ സജീവമായ കാലഘട്ടത്തിൽ നായകനും നായികയും തമ്മിലുള്ള പ്രതിഫലം വളരെ കുറവായിരുന്നു. വ്യത്യാസം നായകനും നായികയും തമ്മിലുള്ള പ്രതിഫലങ്ങൾക്കിടയിലുള്ള വളരെ ചെറിയ ഒരു വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഒരാൾ 25,000 നായകൻ മേടിച്ചാൽ 15,000 നായിക വായിക്കും. ഇന്ന് 5 കോടി നായകൻ മേടിക്കുമ്പോൾ 10 ലക്ഷം പോലും നായകൻ കിട്ടുന്നില്ല. അത്ര വ്യത്യാസമുണ്ടാകും. പുരുഷവിനോദം അവിടെയാണ് വന്നത്. ഇപ്പൊ നസീർ സാർ മേടിക്കുന്ന റെമ്യൂണറേഷൻ തൊട്ടടുത്ത റെമ്യൂണറേഷൻ ഷീല വാങ്ങിച്ചിരുന്നു. പിന്നെ അന്ന് സ്ത്രീ കഥാപാത്രങ്ങൾക്ക് പ്രാധാന്യമുള്ള സിനിമ വന്നിരുന്നു. ഒരു പെണ്ണിന്റെ കഥ, സേതുമാധവൻ സംവിധാനം, ഒരു പെണ്ണിന്റെ കഥയും ഷീലയാണ് നായിക. പീഡിപ്പിക്കപ്പെടുന്നവരാണ്, സത്യനാണ് നായകൻ. നായകനെ പീഡിപ്പിക്കപ്പെടുന്ന നായികയാണ്. അവൾ തിരിച്ചൊന്ന് റിവഞ്ച് ചെയ്യുന്നതാണ്. ദ വിസിറ്റ് എന്ന ഹോളിവുഡ് സിനിമയുടെ ഒരു അനുകരണമാണ് പടം. ഒരു പെണ്ണിന്റെ കഥ, ദ വിസിറ്റ് എന്നൊരു ഹോളിവുഡ് ചിത്രമാണ്. അപ്പൊ അവിടെ അവസാനം ഈ ഷീല ആ കഥാപാത്രം വന്ന് റിവഞ്ച് ചെയ്യുന്നതാണ് പടം. എന്ന് പറഞ്ഞാൽ ആ വില്ലനുള്ള ഒരു പ്രതിനായകന്റെ വേഷമാണ് സത്യൻ അഭിനയിച്ചത്. ആ ചിത്രത്തിൽ ഉയർന്നു നിൽക്കുന്നത് ഷീലയാണ്. മോഹൻലാലും മമ്മൂട്ടിയും സൂപ്പർ താരങ്ങളായതിനു ശേഷം ഒരാൾ മെഗയാണ് കേട്ടോ, തെറ്റിപ്പോയി. ഒരാൾ മെഗ, ഒരാൾ സൂപ്പർ, ഒരാൾ മെഗ വന്നതിന് ശേഷം ഏതെങ്കിലും നായകനെ തോൽപ്പിക്കുന്ന കഥാപാത്രം അഭിനയിക്കാൻ സാധിച്ചിട്ടുണ്ടോ മലയാളത്തിൽ? ഈ സത്യൻ മാസ്റ്റർ അഭിനയിച്ച അതുപോലൊരു കഥാപാത്രം, അതായത് നായകനൊരു സ്ത്രീയെ പീഡിപ്പിക്കുന്നു. ആ പീഡിപ്പിക്കേണ്ട സ്ത്രീ നാടുവിട്ട് പോയി തിരിച്ചൊരു വലിയ ധനാഢ്യയായി തിരിച്ചു വരുന്നു. എന്നിട്ട് അയാളോട് റിവഞ്ച് ചെയ്തു, പ്രതികാരം ചെയ്തു. ഇങ്ങനൊരു കഥയിൽ മോഹൻലാൽ മമ്മൂട്ടി അഭിനയിക്കുമോ? സത്യൻ മാസ്റ്ററുടെ ഉള്ളിൽ അതാണ് താരകഥാപത്യം പറഞ്ഞു മാളികട. അന്ന് സത്യൻ മാസ്റ്റർ ഏത് അഭിനയിക്കാൻ അവസരമുണ്ടെങ്കിൽ അത് സ്വീകരിക്കും. അത് ഷീല ആ ഡയലോഗ് പറയാൻ പാടില്ല, അതെനിക്ക് മോശമാണ്, എന്റെ ഇമേജിനെ ബാധിക്കും എന്ന് ഒരിക്കലും സത്യമാഷ് പറഞ്ഞിട്ടില്ല. അനുഭവങ്ങൾ പാലിച്ചു കേൾക്കുന്ന സിനിമ നിങ്ങൾ കാണണം. സത്യൻ മാസ്റ്റർ നിറഞ്ഞു നിൽക്കുന്ന സിനിമയാണ് അനുഭവങ്ങൾ പാലിച്ചത്. അതിൽ അദ്ദേഹത്തിന്റെ സുഹൃത്തായ ഒരു ചെറിയ വേഷമാണ് നസീർ സാർ ഇരിക്കുന്നത്. പ്രേമസൂർ ഇരിക്കുന്ന ഒരു ചെറിയ വേഷം. സത്യൻ നിറഞ്ഞു നിൽക്കുന്ന ഈ പടത്തിൽ ഞാൻ അഭിനയിക്കുന്നില്ല നസീർ സാർ പറഞ്ഞില്ല. അന്നവര് സംവിധായകനും നിർമ്മാതാവും പറഞ്ഞത് വിശ്വസിച്ചു, അവരെ അനുസരിച്ചു. ഇന്നങ്ങനെയല്ല. ഇന്നിപ്പോൾ പുതിയ ഒരു കാലം വന്നിട്ടുണ്ട്. അത് പറയാം. ഇപ്പൊ മേഴ്സൺ ജോസഫോ ടോവിനോ തോമസോ അങ്ങനെയൊക്കെയുള്ള നടന്മാർ കുറെ വ്യത്യസ്തരാണ്. പുതിയ തലമുറ മാറിയിട്ടുണ്ടോ എന്റെ വിശ്വാസം. കാരണം അങ്ങനെയുള്ളൊരു പീഡന കഥകളൊന്നും ഇപ്പൊ കേൾക്കുന്നില്ല. പക്ഷേ ഈ ഞാൻ പറയുന്നത് സംവിധായകരെ ഞങ്ങൾ തീരുമാനിക്കുമെന്ന് താരങ്ങൾ പറഞ്ഞ ഒരു കാലഘട്ടം, അതവർ നടപ്പിലാക്കിയ കാലഘട്ടത്തെ വേണമെങ്കിൽ പവർ ഗ്രൂപ്പൊന്നും വിളിക്കാം. പവർ ഗ്രൂപ്പിന്റെ കാലം അവർ സംവിധാനം തീരുമാനിച്ചു. അവർ സംവിധാനം ചെയ്യുന്ന അവർ തീരുമാനിക്കുന്ന സംവിധാനം കൊണ്ട് ശ്രീകുമാരനെ കൊണ്ട് ഉൾപ്പെടുകയില്ല. കാരണം ഞങ്ങൾ അച്ചടക്കത വിശ്വസിക്കുന്നവരാണ്, സംവിധാനങ്ങളെ വരുതെന്ന് വിശ്വസിക്കുന്നവരാണ്. അപ്പോ എന്നെ സംബന്ധിച്ച ഒരൊറ്റ ചോദ്യം, ഇപ്പൊ നമ്മുടെ WCC എന്ന സംഘടനയുണ്ടായി. WCC പെട്ട 2-3 നടികളോടൊപ്പം അഭിനയിച്ചിട്ടുണ്ട് നമ്മുടെ സുഹൃത്തുക്കൾ. അവരാരെങ്കിലും പരാതി പറയുന്നുണ്ടോ? സ്ത്രീ പീഡന പരാതി പറയുന്നുണ്ടോ? അപ്പൊ ഇപ്പോൾ നമ്മൾ പരാതി ഉന്നയിക്കപ്പെട്ടുള്ളത് ജൂനിയർ ആർട്ടിസ്റ്റ് ഞാൻ ചെറുതായി കാണുന്നില്ല, അങ്ങനെ ലഭിച്ചിരിക്കണ്ട. ഞാൻ ചോദിക്കുന്നത് അഭിനയിക്കാൻ ആഗ്രഹിക്കുന്ന ഇപ്പോഴത്തെ ആൾക്കാർ ഏതെങ്കിലും വഴി സ്വീകരിക്കുക, എങ്ങനെയെങ്കിലും ഒരു റോള് കിട്ടിയാൽ മതി എന്ന് സ്വീകരിക്കുമ്പോൾ അപകടങ്ങളുണ്ടാവും എന്ന് ഞാൻ പറഞ്ഞോളൂ. സാർ, ഈ താരാധിപത്യമാണോ മലയാള സിനിമയെ ഇത്രത്തോളം ദോഷകരമായി ബാധിച്ചത്? താരാധിപത്യമാണോ മലയാള സിനിമയെ ദോഷകരമായി ബാധിച്ചത്? തീർച്ചയായും മലയാള സിനിമയെ തകർത്തത് താരാധിപത്യമാണ്. കാരണം 2-3 വ്യക്തികളിലേക്ക് സിനിമ ഒതുങ്ങിപ്പോയി. എന്നെപ്പോലെ ഒരു വർഷം 2 പടം നിർമ്മിച്ചുകൊണ്ടിരുന്ന ആളുകൾ പുറത്തായി. എന്നുവെച്ചാൽ ഒരു കാലഘട്ടത്തിൽ തിയേറ്ററുകളിൽ, ഞാൻ നിർമ്മാതാവുണ്ട്, 74 നിർമ്മാതാവാണ്. തിയേറ്ററുകൾ പറയുന്നത്
സാറില് മമ്മൂട്ടിയെ പോലെ ആദ്യം സാധിച്ചല്ലേ അവരുടെ ഡേറ്റ് പിടിച്ച് സാറേ മമ്മൂട്ടി മോഹൻലാൽ പടം വേണ്ടാന്ന് തീർന്നു പറഞ്ഞൊരു കാലഘട്ടമുണ്ട്. മോഹൻലാൽ നായകനായിട്ട് അഭിനയിക്കുന്ന പടത്തിന് തിരുവനന്തപുരത്തെ തിയേറ്റർ ഉടമ 50 ലക്ഷം അഡ്വാൻസ് കൊടുക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. 50 ലക്ഷം അഡ്വാൻസ് കൊടുക്കും. അപ്പൊ സ്വാഭാവികമായിട്ട് നിർമ്മാതാവ് അതല്ലേ എങ്ങനെയെങ്കിലും അങ്ങനെ ഡേറ്റ് പിടിക്കാൻ ആഗ്രഹിക്കുക. അപ്പൊ ഒരു തിയേറ്ററിൽ നിന്ന് കിട്ടുന്ന അഡ്വാൻസ് അതിന്റെ നിർമ്മാണത്തിന്റെ പകുതിയാവും. അപ്പൊ സിനിമ തിയേറ്ററിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ആ ചെലവിന്റെ പകുതി നമുക്ക് തിയേറ്ററിന് അഡ്വാൻസ് വായിക്കാം. അങ്ങനെ കാലഘട്ടം ഉണ്ടായിരുന്നു. നസീറും മോഹൻലാലിനും മമ്മൂട്ടിക്കും അവർ നായകന്മാരാണെങ്കിൽ ആ ചിത്രത്തിന് 50 ലക്ഷം രൂപ വരെ വലിയ തിയേറ്ററിൽ പ്രധാന നഗരങ്ങളിലെ തിയേറ്റർ അഡ്വാൻസ് കൊടുക്കുന്ന കാലം ഉണ്ടായിരുന്നു. ഇപ്പൊ അതില്ല. അതുകൊണ്ടാണ് മമ്മൂട്ടി സ്വന്തമായിട്ടുള്ളത്. ക്രമാതീതമായിട്ട് ബഡ്ജറ്റ് മാറുകയല്ലേ സാർ സിനിമയ്ക്ക്? ക്രമാതീതമായിട്ട് ബഡ്ജറ്റ് കൂടും. ഞാൻ അത് ബഡ്ജറ്റ് കാര്യത്തിൽ ഞാൻ ക്ലിയർ ആയിട്ട് പറയാം. കാരണം എനിക്ക് എന്നെ പോലെ കണക്ക് പറയാൻ പലർക്കും പറ്റില്ല. ഞാൻ പ്രൊഡ്യൂസർ ഡയറക്ടർ റൈറ്ററാണ്. അതായത്